പ്രസാദ് നെന്മാറയുടെ ഒരു ചോദ്യം ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട്. 3 ദിവസം പുലിയായി ഒടുവിൽ എലിയായ അൻവറിന്റെ വാർത്തയില്ലെന്നുണ്ട്. അൻവറിന്റെ വാർത്ത അത് വരുന്നുണ്ട്. അൻവറിന്റെ വാർത്തയുമുണ്ട്. ആ വാർത്ത വന്ന വഴിയെക്കുറിച്ചും ഉള്ള വാർത്തയുണ്ട്. തലക്കെട്ടുകളിലൊന്ന് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് താമസിയാതെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇത് സംബന്ധിച്ച ലൈവ് റിപ്പോർട്ടുകളും കാണാം. തീർച്ചയായിട്ടും. കാരണം പൊതുജനം കഴുതയല്ല സർ എന്ന് വീണ്ടും ഈ നമ്മൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന സ്ഥാനാർത്ഥികൾ ചിരിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ആ പോയ വഴി തിരികെ വരുന്നില്ല, നമ്മളുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് ഏതൊരു വോട്ടറുടെയും എല്ലാ കാലത്തെയും ആശങ്കയാണ്, വിഷമമാണ്, ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഇത്തരം നാടകങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. നാടകം എന്ന് തന്നെ പറയേണ്ടി വരും. 2 ദിവസം ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നു, ഗുരുതരമായ ആരോപണങ്ങൾ നടത്തുന്നു. അതിനുശേഷം 3-ാമത്തെ ദിവസം എവിടെ പോയി? അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതടക്കം ചർച്ചയാവേണ്ടതല്ലേ? അതിനു മുമ്പ് EP ജയരാജന്റെ രാജി പുറത്താക്കൽ വരുന്നു. ഇത് ഓരോന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ തന്നെ പങ്കുവച്ചൊരു വികാരം എന്ന് പറയുന്നത് ഇത് മറ്റെന്തോ മറയ്ക്കാനുള്ള നാടകമാണ് എന്നുള്ളതാണ്. ചുരുക്കി പറയാൻ വിശ്വാസ്യത എന്നുള്ളൊരു സംഗതി ഇല്ലാതായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുണ്ട് എന്ന് കരുതപ്പെടുന്ന എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ഹൈക്കോടതിയുടെ തന്നെ വിധി വന്നിട്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനെയും സംരക്ഷിച്ചു പോരുന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ 2 പേരെ കുറിച്ചാണ് ഇദ്ദേഹം വളരെ ഗുരുതരമായ ആലോചിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ വിശ്വസ്തരാണ്. ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ഒന്ന് ഏറ്റവും വിശ്വസ്തനായ ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതോ അടുത്ത വിശ്വസ്തർ അല്ലെങ്കിൽ അടുത്ത അടുപ്പക്കാരൻ. ശരി, നമുക്ക് ആ വാർത്തകളൊക്കെ വഴിയെ വരുന്നുണ്ട്. വിശദമായി തന്നെ നമുക്ക് നോക്കാം. പക്ഷേ ഈ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്നത് ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ട്, അതേ തുടർന്ന് ഉണ്ടായ പരാതി, വിവാദങ്ങൾ ഒക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗാളി നടി രഞ്ജിത്തിനെതിരെയുള്ള പരാതി നൽകിയിരുന്നു. ഈ ഒരു കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. 15 വർഷത്തിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് പ്രധാനമായും അദ്ദേഹം ഉയർത്തുന്ന വാദം. എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ബംഗാളി നടിയുടെ പരാതിയിന്മേൽ എറണാകുളം നോർത്ത് പോലീസ് എടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. 15 വർഷത്തിന് ശേഷം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് പ്രധാനപ്പെട്ട വാദം. സിനിമയിൽ അഭിനയിപ്പിക്കാത്തതിന്റെ നീരസമാണ് പരാതിക്ക് കാരണം. നടിയുമായി സംസാരിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ നീക്കണമെന്ന ഉദ്ദേശവും പരാതിക്ക് പിന്നിലുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. അസുഖബാധിതനായി ചികിത്സയിലാണെന്നും അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യം വേണമെന്നുമാണ് രഞ്ജിത്തിന്റെ ആവശ്യം. കേസിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ലൈംഗികാതിക്രമത്തെക്കുറിച്ച് നടി ജോഷി ജോസഫിനോട് നേരത്തെ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തൽ. കൂടാതെ തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്. 2009 സിനിമാ ചർച്ചകൾക്കായി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ലൈംഗികോദ്ദേശത്തോടെ അതിക്രമം കാട്ടിയെന്നായിരുന്നു രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതി. പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തുന്നത്. ജനം, കൊച്ചി. എന്തായാലും ഇത് ശരിയാണ്. രഞ്ജിത്ത് ആരോപണം വന്നു, രാജിവെച്ചു, കേസെടുത്തു, അന്വേഷണം തുടങ്ങി. അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു പറയാം. പക്ഷെ അന്വേഷണം തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ഈ തരുണത്തിൽ ചൂണ്ടിക്കാട്ടണം. ഇപ്പം ആര് ആക്രമിക്കപ്പെട്ടാലും ആര് പീഡിപ്പിക്കപ്പെട്ടാലും അന്വേഷണം നടക്കണം, നീതി കണ്ടെത്തണം. ദിലീപിനെതിരായ പരാതി എന്തായിരുന്നു? ഒരു നടിയുടെ നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ നഗ്ന ദൃശ്യം എടുത്ത് ദിലീപിന് കൊടുത്തു എന്നുള്ളതാണ്. സമാനമായ ഒരു ആരോപണം രഞ്ജിത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ, നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ നഗ്ന വീഡിയോ എടുത്ത് ഒരു സ്ത്രീക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതും സിനിമാ രംഗത്തുള്ള ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആ പരാതിയിന്മേൽ എന്ത് അന്വേഷണം നടത്തി? അന്ന് ദിലീപിനെതിരെ എടുത്ത അതേ നിലപാടും അതേ അറസ്റ്റും അതേ ശിക്ഷിക്കാതെയുള്ള ശിക്ഷയും രഞ്ജിത്തിനെതിരെ ഉണ്ടാകുമോ? നീതി, ന്യായം എന്ന് പറയുന്നത് ആ തുലാസല്ലേ നമ്മുടെ ചിഹ്നം. കണ്ണു മൂടിക്കെട്ടിയ രൂപം നീതി ദേവത കാണിക്കുക. അതായത് മുഖം നോക്കാതെ നടപടി എന്നുള്ളതാണ്, തുല്യനീതി എന്നുള്ളതാണ്. അതുണ്ടാകുമോ എന്നുകൂടി നമുക്ക് തുടർന്ന് അന്വേഷിക്കണം.